ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഹെൽത്തി തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടാലറിയാമല്ലോ, ഒരു വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുളപ്പിച്ച ചെറുപയറും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാഴക്കൂമ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഴക്കൂമ്പാണ്. അതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 4-5 പച്ചമുളക്, ഒരു 4-5 അല്ലി ചുവന്നുള്ളി, ഇത്രയുണ്ട്. അതൊന്ന് ചതച്ച് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 2-3 ഉണക്കമുളക് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളകൊന്ന് ചൂടായി വരണം, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പുണ്ടല്ലോ, വാഴക്കൂമ്പ്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിത് ചോപ്പറിനകത്താണ് അരിഞ്ഞെടുത്തത് കേട്ടോ. ചോപ്പറിൽ അരിഞ്ഞ് അതിൻ്റെ ആ കറയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഈ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കാം. കൂമ്പൊന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുളപ്പിച്ച പയറുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കേട്ടോ. ഒത്തിരി ഹെൽത്തിയാണ്, പ്രോട്ടീൻ റിച്ചാണ്. അപ്പം വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പയർ നമ്മൾ വേവിച്ചിട്ടില്ല, മുളപ്പിച്ച പയറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പയറും ഈ കൂമ്പും ഒക്കെ ഒന്ന് വേകാൻ ആവശ്യമായ വെള്ളം, ഞാൻ വളരെ കുറച്ച് വെള്ളം, 2-3 ടേബിൾ സ്പൂൺ വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. ആ വെള്ളം ഒഴിച്ച് അതെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. വെള്ളമെല്ലാം വറ്റി വരുമ്പോഴത്തേക്കും പയറും വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കി കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. ഇതിൻ്റെ അടിക്ക് പിടിക്കരുതല്ലോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കിയപ്പോഴേക്കും പയറൊക്കെ ഏകദേശം വേവായിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് വെള്ളം കൂടെ ഉണ്ട് വറ്റാനായിട്ട്. അത് നമുക്കൊന്ന് തുറന്ന് വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ലൊരു ഹെൽത്തി തോരനാണ്. ചോറിനും കഞ്ഞിക്കും എല്ലാം പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.